നല്ല തീരുമാനങ്ങൾ അതിൻ്റേതായ സമയത്ത് കൈക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ജീവിതം എന്ത് ചെയ്യും? ജീവിതം പിന്നോട്ടടിച്ച് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ യഥാസമയത്ത് കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. അപ്പം നല്ല തീരുമാനങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. നല്ല തീരുമാനങ്ങൾ, ഈ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നല്ല തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അപ്പം തിരിച്ചറിവ് എന്ന് പറഞ്ഞു. ഈ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നാണ്, നമുക്ക് ഈ ചുറ്റുപാടിൽ നിന്നാണ്. നമുക്ക് തിരിച്ചറിവ് ആരിൽ നിന്നും ലഭിക്കാവുന്നതുമാണ് കേട്ടോ. ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞ വസ്തുത നമുക്ക് പറന്നു പോകുന്ന കാക്കയിൽ നിന്ന് പോലും ലഭിക്കുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒന്നിനെയും ജീവിതത്തിൽ എന്തായി കാണുവാൻ പാടില്ല? ചെറുതായിട്ട് കാണുവാൻ പാടില്ല കേട്ടോ. അതുപോലെ നമ്മൾ തീരുമാനം എന്ന് പറഞ്ഞു. നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊണ്ടില്ല എങ്കിൽ പിന്നീടൊരവസരത്ത് നമുക്ക് ചിലപ്പോൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. അന്ന് കൈക്കൊണ്ട തീരുമാനം തെറ്റായിപ്പോയോ എന്ന് ചിലപ്പോൾ ഒരു ജന്മം നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? വളരെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ യാതൊരുവിധ തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ പാടില്ല കേട്ടോ. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദേഷ്യത്തിൽ നിന്നുകൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എന്തായിപ്പോവും? ദേഷ്യത്തിൽ നിന്നുകൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യും? ജീവിതത്തിൽ വൻ പരാജയങ്ങളായിട്ട് മാറുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തീരുമാനങ്ങൾ എപ്പോഴും എങ്ങനെ എടുക്കുക? വളരെ സമാധാനമായി ആലോചിച്ച് വേണം നമ്മൾ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ കേട്ടോ. അതുപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിൻ്റെ സമയത്ത് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും വേണം. കാരണം നല്ല തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുത്തു, പക്ഷേ അപ്പോഴേക്കും സമയം കടന്നുപോയി എങ്കിൽ ആ തീരുമാനങ്ങൾക്ക് പിന്നെ യാതൊരു മൂല്യവുമില്ലെന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യനാണ്, ദേഷ്യമുണ്ടാകും. ഈ ദേഷ്യത്തിൽ നിന്നുകൊണ്ട് പലരും പല തീരുമാനങ്ങളെടുക്കും. അതൊന്നും പാടില്ല കേട്ടോ. ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ യാതൊരു തീരുമാനങ്ങളും കൈക്കൊള്ളാൻ പാടില്ലെന്നാണ്. തീരുമാനങ്ങളൊക്കെ എങ്ങനെ എടുക്കാൻ പാടുള്ളൂ? ആലോചിച്ച് സമാധാനമായിട്ട് മാത്രമേ കൈക്കൊള്ളുവാൻ പാടുള്ളൂ കേട്ടോ. ദേഷ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ദേഷ്യത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റാണ്. 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 6 മിനിറ്റ്. ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ ഈ മാക്സിമം 6 മിനിറ്റത്തെ ദേഷ്യം നമുക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ എത്രയോ വലുതായിരിക്കും. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക കേട്ടോ. നമുക്ക് മനുഷ്യന് ദേഷ്യം ഉണ്ടാകുമ്പോൾ ഈ അഡ്രിനാലിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് കണ്ടമാനം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ദേഷ്യം ഉണ്ടാകുന്നത് കേട്ടോ. ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തീരുമാനങ്ങളും കൈക്കൊള്ളാൻ പാടില്ല. ഏതവസരത്തിലും നമുക്ക് സംയമനം പാലിക്കുവാൻ നമുക്ക് കഴിയണം. ക്ഷമ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇറ്റ് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. ഇത് വളരെ പ്രയാസമേറിയ കാര്യമാണ് കേട്ടോ. ദേഷ്യത്തെ ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നത് വളരെ കോംപ്ലിക്കേറ്റഡായ കാര്യമാണ് കേട്ടോ. ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്ന എന്താണ്? ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്നത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ എവിടെ നിന്നുണ്ടാകുന്നു? ദേഷ്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളൊരു വ്യക്തിയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തുണ്ടാകും? വിഷമങ്ങൾ ഉണ്ടാവാറില്ലേ? ഒരു വ്യക്തിയോട് നിങ്ങൾ ദേഷ്യപ്പെട്ടു, പെട്ടെന്ന് അന്നത്തെ ദേഷ്യത്തിൽ സംസാരിച്ചു, പിന്നീട് നിങ്ങൾക്ക് ഓർക്കുമ്പോൾ അയ്യോ അദ്ദേഹത്തോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? തോന്നാറുണ്ട് കേട്ടോ. ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക സന്തോഷത്തെ തകർക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദേഷ്യത്തെ എന്ത് ചെയ്യുക? ഒരു പരിധി വരെ, പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. ദേഷ്യത്തെ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
ദേഷ്യത്തിൻ്റെ ദൈർഘ്യം എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ദേഷ്യത്തിൻ്റെ ദൈർഘ്യം ഒരു 5 മിനിറ്റേ ഉള്ളൂ. ഈ 5 മിനിറ്റത്തെ ദേഷ്യമാണ് ചിലപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ താറുമാറാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നല്ല ചിന്താഗതികൾ നമ്മൾ എന്ത് ചെയ്യുക, വെച്ച് പുലർത്തുക. നല്ല ചിന്താഗതികൾ വെച്ച് പുലർത്തുക. നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള തൻ്റെ ഇടവും അതിനുള്ളൊരു പ്രാപ്തിയും എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുവാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നിർത്തുക. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ടൊക്കെ കാണുക. ഞാൻ യൂട്യൂബിൽ ഞാൻ LLB എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അപ്പം LLB എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിന് പോകുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കയറി കാണാവുന്നതാണ്.